ചായ എടുക്കടാ. കയ്യിൽ തട്ടി അഭി പറഞ്ഞപ്പോഴാണ് അവളുടെ മുഖത്തു നിന്നും മിഥുൻ കണ്ണെടുത്തത് പോലും. ആ നിമിഷമാണ് തനിക്കുണ്ടായ അബദ്ധത്തെപ്പറ്റി അവൻ മനസ്സിലാക്കിയതും. ചെറുചിരിയോടെ അഭി ഒന്ന് നോക്കിയപ്പോൾ ചൂളി പോകുന്നത് പോലെയാണ് അപ്പോൾ മിഥുന് തോന്നിയത്. എന്ത് സംസാരിക്കണമെന്നറിയാത്തൊരു മൗനം എല്ലാവർക്കും ഇടയിൽ തിങ്ങി നിറയ്ക്കുന്നുണ്ടായിരുന്നു. സന്ദർഭത്തിനൊരു അയവ് വരുത്താൻ എന്നതുപോലെയാണ് രാഘവൻ പറഞ്ഞത്. മോളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ. അയ്യോ, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. അമ്മ വന്നപ്പോൾ എല്ലാം പറഞ്ഞല്ലോ. മടിയോടെയാണ് മിഥുൻ സംസാരിച്ചത്. അങ്ങനെയല്ലല്ലോ, നീ സംസാരിക്കണ്ടേ? നിന്നോടെന്തെങ്കിലും സംസാരിക്കാൻ സരീവനുണ്ടെങ്കിലോ? അഭിയാണ് മറുപടി പറഞ്ഞത്. ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും എല്ലാവർക്കും മുൻപിൽ കുറച്ചു മുൻപുണ്ടായ അബദ്ധത്തിൽ നിന്ന് മുഖം രക്ഷിക്കുവാനായെങ്കിലും അപ്പോഴേക്കും മിഥുൻ പുറത്തിറങ്ങിയിരുന്നു. അനുസരണയോടെ അവന് പുറകെ അവളും. മുറ്റത്തെ മാവിൻ്റെ താഴെയുള്ള ചില്ലയിൽ പിടിച്ചുകൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന മിഥുൻ്റെ അരികിലേക്ക് ചെന്നപ്പോഴാണ് അവളുടെ സാന്നിധ്യം പോലും മിഥുൻ അറിയുന്നത്. എന്ത് സംസാരിക്കാനാ പ്രത്യേകിച്ച്, അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ആ മിഴികളിൽ മനഃപൂർവ്വം നോക്കിയില്ല. ഒരുപാട് വിഷാദത്തിൻ്റെ സാഗരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ മിഴികൾ തന്നെ വല്ലാതെ ആകർഷിക്കുന്നത് പോലെയാണ് അവന് തോന്നിയിരുന്നത്. അവൾ വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു. ഒപ്പം ഒന്ന് ചിരിക്കുകയും ചെയ്തു. സാറിൻ്റെ അമ്മ വന്നപ്പോൾ തന്നതായി വള. ഇത് സാറ് കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. കൈ ഉയർത്തി അവൾ പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട. അത് തൻ്റെ കൈ കിടക്കട്ടെ. അമ്മ തന്നല്ലേ. അമ്മ ഇത് തന്നത് സാറിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിക്ക് വേണ്ടിയാ. നമ്മൾ തമ്മിൽ 1 വർഷം അങ്ങനെയൊരു കരാറുണ്ട് സറിയൂ. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കോളാം. മിഥുൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ആ മുഖത്തൊരു പൂർണ്ണ തൃപ്തി അവന് കാണാൻ സാധിച്ചില്ല. വേണ്ടായിരുന്നുവെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒന്നും, മിഥുൻ ചോദിച്ചു. എല്ലാവരെയും പറ്റിക്കല്ലേ സാർ? അച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്കൊരു വിഷമം പോലെ. മറ്റെങ്ങോ നോക്കിയാണ് അവൾ പറഞ്ഞത്. എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് സറിയൂ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അറിയാം, പക്ഷേ ചില സാഹചര്യത്തിലെങ്കിലും നമ്മളും മനുഷ്യനായി പോയില്ലേ സാർ? അഭിനയിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാടോ. തൽക്കാലം മറ്റൊന്നും ചിന്തിക്കണ്ട. നാളെയോ മറ്റന്നാളോ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തുമെന്ന് സനൂപ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിയട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നടത്തണം. അമ്മയ്ക്ക് മൂകാംബിക വെച്ച് വിവാഹം നടത്തണമെന്ന് ആഗ്രഹം. എന്ത്? ഞെട്ടലോടെയാണ് അവൾ ചോദിച്ചത്. വിവാഹം? വിവാഹം പിന്നെ നടത്തണ്ടേ? ഒരു നിമിഷം അവൻ്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. വിവാഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. വേണം, യാന്ത്രികമായി പറഞ്ഞവൾ. മൂകാംബിക വച്ച് എൻ്റെ വിവാഹം നടത്തണമെന്ന് അമ്മയുടെ ആഗ്രഹമാണ്. ആദ്യത്തെ വിവാഹവും അങ്ങനെയാണ് നടന്നത്. അങ്ങനെ ആഗ്രഹിച്ചത്, പക്ഷെ നടന്നില്ല. ഇതെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം. നിങ്ങളുടെ അക്കോമഡേഷനും ട്രാവലിങ്ങും ഒക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അതിനു മുൻപ് നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡ്രസ്സ് എടുക്കണം, ഓർണമെൻറ്റ്സ് എടുക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം. തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി. അഭിനയമാണ്, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം. അമ്മ പറഞ്ഞു. അമ്മയും വരുന്നുണ്ടെന്ന്. വിവാഹ വസ്ത്രങ്ങളും മറ്റും എടുക്കാൻ ഞാനുണ്ടാവില്ല കേട്ടോ. വിലയും കാര്യങ്ങളും ഒന്നും താൻ നോക്കണ്ട. തനിക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്തോണം. ഷോപ്പും ജ്വല്ലറിയും ഒക്കെ നമ്മുടെ സ്വന്തമാണ്. മിഥുൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നമ്മുടെയോ? അരുതാത്തത് എന്തോ കേട്ടതുപോലെയാണ് സരിയു ആ ചോദ്യം ചോദിച്ചത്. അതെ, നമ്മുടെ. 1 വർഷത്തേക്ക് നമ്മുടെ രണ്ടല്ലല്ലോ. അതിനുശേഷമല്ലേ സെപ്പറേറ്റ് ആവും. ഈ നിമിഷം മുതൽ നമ്മളൊന്നാണ്, എഗ്രിമെൻ്റ് അവസാനിക്കുന്നത് വരെ. അവൻ്റെ വാക്കുകൾ അവൾക്ക് വീണ്ടും വല്ലായ്മ തോന്നി. മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നിരുന്നു അവൾ. കഴിഞ്ഞില്ലേടാ? അഭി അത് വിളിച്ച് ചോദിച്ചപ്പോഴാണ് രണ്ടുപേർക്കും ബോധം വന്നത്. ഒരു ചെറുപുഞ്ചിരി സരയുവിന് നൽകി അവനകത്തേക്ക് നടന്നു. പുറകെ സരയു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി സരയുനെ. എനിക്കും ഇഷ്ടമായിട്ടോ. സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് മിഥുൻ പറഞ്ഞത്. രാഘവൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നത് മിഥുൻ കണ്ടിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം. മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറയാൻ തുടങ്ങി മിഥുൻ.
എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ എന്തോ ഓർത്ത് തിരികെ വന്നത്. ഒരു നിമിഷം രാഘവനും എന്തോ ഒരു സംശയം തോന്നി. സരയുൻ്റെ അമ്മയെ കണ്ടില്ല. എല്ലാവരുടെയും മുഖത്ത് ഒരു വല്ലായ്മ പടരുന്നുണ്ടായിരുന്നു. അമ്മ അകത്തെ മുറിയിലാണ് സർ. ആ മുറിയിലെ സൗകര്യങ്ങളൊന്നും സാറിന് ഇഷ്ടാവില്ല. ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു മിഥുൻ അതിന് മറുപടിയായി നൽകിയത്. അങ്ങനെയല്ലല്ലോ, എല്ലാവരും കാണണ്ടേ? മകളെ വിവാഹം കഴിക്കുന്ന പോകുന്ന ആളെ പ്രത്യേകിച്ച് അമ്മ കാണണ്ടേ? ആ ചോദ്യം ആ വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. അമ്മ എവിടെയാ? സരവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് മിഥുൻ അത് ചോദിച്ചത്. അകത്തെ മുറിയിൽ. അവൾ അകത്തേക്ക് വിരൽ ചൂണ്ടി. വരൂ. മിഥുൻ പറഞ്ഞപ്പോൾ അവന് വഴികാട്ടിയായി മുൻപിൽ നടക്കുക മാത്രമായിരുന്നു അവൾക്ക് സാധിച്ച കാര്യം. ഉടനെ തന്നെ സരീവിൻ്റെ പുറകെ മിഥുനും അകത്തേക്ക് കയറുകയും ചെയ്തു. ഇരുള് നിറഞ്ഞ ആ വഴികളിൽ കൂടി കയറി ഒരു ചെറിയ മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെയോ കുഴമ്പിൻ്റെ ഗന്ധമായിരുന്നു ആദ്യം അവനെ വരവേറ്റത്. അകത്തെ മുറിയിലേക്ക് കടന്നപ്പോൾ കട്ടിലിൽ കിടക്കുന്ന ഒരു മെലിഞ്ഞ രൂപം അവനെ കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. ചെറുചിരിയോടെ ആ രൂപത്തിനരികിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ചെറിയൊരു സ്റ്റൂള് നീക്കി മിഥുൻ ഇരുന്നു. എന്നെ മനസ്സിലായോ? എഴുന്നേറ്റിരിക്കാൻ അവർ ഒരു വിഫല ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു തലയണ കൊണ്ട് ചായ്ച്ച് സരിയു അവരെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും ചെയ്തു. വേണ്ട, അമ്മ കിടന്നോട്ടെ, വയ്യാതിരിക്കല്ലേ. ഞാനമ്മയുടെ മോളെ കാണാൻ വന്നാട്ടോ. എൻ്റെ അമ്മയൊക്കെ വന്നിരുന്നു. എല്ലാം സംസാരിച്ച് തിരിച്ചു മടങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മയെ കാണണമെന്ന്. അന്ന് അമ്മ മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു കേട്ടോ. മനഃപൂർവ്വം കാണാതെ പോയതല്ല. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ കണ്ട സന്തോഷത്തിൽ അമ്മ ബാക്കിയെല്ലാം മറന്നു എന്ന് പറയുന്നത് സത്യം. ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം തന്നെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു അമ്മയെ കണ്ടിട്ടേ തിരികെ മടങ്ങാവൂന്ന്. അവൻ്റെ വാക്കുകളിൽ ലഭിച്ച സന്തോഷം കൊണ്ടോ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു. ഒരു നിമിഷം തൻ്റെ സ്വന്തം അമ്മയെ തന്നെയാണ് അവരിൽ മിഥുൻ കണ്ടത്. അവരുടെ ചുളിവ് വീണ കൈകളിൽ അവൻ പിടിച്ചു. ഒരു നിമിഷം സരയുവിനത് ഒരു അത്ഭുത കാഴ്ചയായി മാറി. വിഷമിക്കേണ്ട കേട്ടോ, എല്ലാ കഷ്ടപ്പാടുകളും മാറും. ഈ കട്ടിലിൽ നിന്ന് അമ്മ എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്തു ചിരിയോടെ യാത്ര പറഞ്ഞാണ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. അവനെ മനസ്സിലാകുന്നില്ലല്ലോ എന്നായിരുന്നു സരയു അപ്പ ചിന്തിച്ചത്. വീണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൻ ആ വീടിൻ്റെ പടിപ്പുര കടന്നു. മകൾക്ക് ലഭിച്ച ഭാഗ്യം കൈവന്നപ്പോൾ ആ സൗഭാഗ്യത്തിലായിരുന്നു ആ കുടുംബം മുഴുവൻ. മനസ്സ് നിറഞ്ഞ അമ്മയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സരയുവിന് സന്തോഷിക്കാൻ വേണ്ടി. പിറ്റേന്ന് തന്നെ സനൂപ് വിളിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ അച്ഛനോട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെന്നായിരുന്നു സനൂപ് അറിയിച്ചത്. സന്തോഷം നിറഞ്ഞ വാർത്തയായതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. ആ സന്തോഷം അപ്പോൾ തന്നെ അവൾ അച്ഛനെ അറിയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് മതി മോളെ, ഓപ്പറേഷനൊക്കെ. കാര്യം കേട്ടതും രാഘവം അടിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചത്. എന്നിട്ട് വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ തടസ്സം പറഞ്ഞാ? സരയു പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ടാ മോളെ? രാഘവൻ മനസ്സിലാകാതെ ചോദിച്ചു. ആ ഒരു നിമിഷമാണ് പറഞ്ഞതിൻ്റെ അബദ്ധം സരയുവിന് മനസ്സിലായത്. അല്ല, അച്ഛന് കാല് ശരിയാകാൻ വേണ്ടിയല്ലേ ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് നാളെ വെളുപ്പിന് തന്നെ പുറപ്പെടണം. ഡോക്ടർ ഇവിടെ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. നാളെ പോയി അഡ്മിറ്റ് ആയാലേ ഉച്ചയോടെ ഓപ്പറേഷന് കയറ്റു. 2 ദിവസം അവിടെ കിടക്കണം. അത്രയും മതിയെന്നാ പറഞ്ഞത്. ഇവിടുത്തെ കാര്യം നോക്കാൻ ആരാണെന്നാ ഞാൻ ഓർക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, സുശീലാമ്മായിയെ ഇങ്ങോട്ട് വിളിച്ചു നിർത്താം. അച്ഛൻ്റെ സഹോദരിയാണ് സുശീലാമ്മായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓടി വരുന്നത് അവരാണ്. പെട്ടെന്ന് തന്നെ മൊബൈലിൽ അമ്മായിയെ വിളിച്ചു. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഒപ്പം വിവാഹാലോചനയെപ്പറ്റി. അത് കേട്ടപ്പോഴോ അമ്മായിക്ക് പരാതിയായി. സ്നേഹം കൊണ്ടുള്ള പരാതിയാണ്. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന പരിഭവവും തീർത്തു കഴിഞ്ഞാണ് പോകാനായി തയ്യാറായത് തന്നെ. ആകെ ഒരു ഉത്സാഹമായിരുന്നു എല്ലാ കാര്യത്തിനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ മിഥുൻ്റെ കോള് വന്നു. പെട്ടെന്ന് ശരീരത്തിൽ ഒരു വിറയൽ കയറി. ഈ ഒരുവൻ വിളിക്കുമ്പോൾ മാത്രം എന്താ തൻ്റെ ശരീരത്തിന് ഇത്ര വ്യത്യാസങ്ങൾ വരുന്നത്? അങ്ങനെയായിരുന്നു അപ്പ ചിന്തിച്ചത്. ഒരുപക്ഷെ ആളോട് സംസാരിക്കാനുള്ള ഭയമായിരിക്കും അതിൻ്റെ കാരണം. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരാൾ കരികിൽ നിൽക്കുമ്പോൾ മാത്രം തന്നിൽ വാക്കുകൾ എവിടേക്കോ അന്യമാകുന്നത് പോലെ തോന്നുന്നു. ഹൃദയതാളമോ ക്രമാതീതമാകുന്നത് പോലെ. പലവട്ടം താനത് അനുഭവിച്ചറിഞ്ഞതാണ്.
ഇതിന് പിന്നിലുള്ള രസതന്ത്രം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിരുന്നു. ഹലോ, പറഞ്ഞോളൂ സാർ. ഹോസ്പിറ്റലിലേക്ക് നാളെ എങ്ങനെ പോവും? ഇവിടുന്ന് വണ്ടി വല്ലതും വിളിക്കണം? വേണ്ട കേട്ടോ, ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് വണ്ടി അയക്കാം. ഉച്ചയ്ക്കായിരിക്കും ഓപ്പറേഷൻ, അപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരുങ്ങി നിന്നാൽ മതി. വണ്ടി വന്ന് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. സാറിന് ഒരു ബുദ്ധിമുട്ടായി അല്ലേ? ഇതൊക്കെ നമ്മുടെ കരാറിലുള്ളതിൻ്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നിശ്ചയമൊന്നും വേണ്ടെന്നാ എൻ്റെ ഒരു തീരുമാനം. ഒന്നാമത്തെ വിവാഹം അല്പം ആഡംബരപൂർവ്വമായിരുന്നല്ലോ. പിന്നെ ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയുകയും ചെയ്യാം. നിശ്ചയമില്ലാതെ ഒരു വിവാഹമായി മാത്രം നടത്തിയാൽ മതിയെന്ന എൻ്റെ ആഗ്രഹം. തൻ്റെ വീട്ടുകാർക്കും അത് ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടക്കണം. അമ്മയ്ക്കും ആരോഗ്യസ്ഥിതി മോശമാണ്. അമ്മയെ US കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല. അമ്മ എങ്കിൽ മാത്രമേ ഹാപ്പി ആകൂ. മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ശരീരത്തിലേക്കും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വൈകാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ തൻ്റെ ആവശ്യത്തിനാണ് മുൻതൂക്കം. അത് കഴിയട്ടെ എന്ന് കരുതി മിഥുൻ പറഞ്ഞു. സർ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് സർ വാശി പിടിക്കുന്നത്? എനിക്ക് സമ്മതമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയൊക്കെ തീരുമാനിക്കുന്നത് പോലെ. പിറ്റേന്ന് തന്നെ സുശീല വന്നിരുന്നു. സുശീലയും മുത്തശ്ശിയെയും കുഞ്ഞിയെയും അമ്മയെയും ഏൽപ്പിച്ച് വണ്ടിയിൽ ഓപ്പറേഷന് വേണ്ട തയ്യാറെടുപ്പുകളുമായി സരിവും പുറപ്പെട്ടു. അത്ര ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഓപ്പറേഷനെന്ന് രാഘവന് മനസ്സിലായിരുന്നു. വൈകുന്നേരത്തോടെ റൂമിലേക്ക് മാറ്റി. ഒരാഴ്ച വീട്ടിൽ വിശ്രമമായപ്പോൾ പതുക്കെ നടക്കാമെന്ന അവസ്ഥയിലേക്ക് രാഘവൻ എത്തി. ഇതിനിടയിൽ വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങളുമായി മിഥുന്റെ വീട്ടിൽ നിന്നും അമ്മായിയും അമ്മാവനും വിളിച്ചിരുന്നു. നിശ്ചയം വേണ്ട എന്ന നിലപാടിൽ തന്നെ സരുവിന്റെ വീട്ടുകാരും ഉറച്ചു നിന്നു. അതോടെ വിവാഹം മൂകാംബികയിൽ വെച്ച് നടത്താമെന്ന കാര്യത്തിൽ തീരുമാനമായി. വിവാഹ വസ്ത്രങ്ങളും സ്വർണവും എല്ലാം മാനേജറാണ് വീട്ടിൽ കൊണ്ടുവന്നത്. അത് വാങ്ങുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയിരുന്നു രാഘവന്. എങ്കിലും അയാളുടെ സാഹചര്യമായിരുന്നു അത് അനുവദിച്ചത്. മാനേജർ കൊണ്ടുവന്ന പെട്ടി തുറന്ന സരിയും വീട്ടുകാരും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു. കാരണം ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആഭരണങ്ങളായിരുന്നു അതിൽ. എല്ലാവർക്കും വിവാഹത്തിന് അണിയാൻ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഡയമണ്ടും സ്വർണവും എല്ലാം അടങ്ങിയൊരു ആഭരണ കൂമ്പാരം തന്നെയായിരുന്നു അവർക്ക് മുൻപിൽ അനാവൃതമായത്. ചേച്ചിയുടെ ഭാഗ്യമാണിതൊക്കെ, കുഞ്ഞാണ് പറഞ്ഞത്. അതിനെന്തു മറുപടി പറയണമെന്ന് പോലും സരുവിനറിയില്ലായിരുന്നു. കാട്ടുതീ പോലെ സരുവിന് വന്ന ഭാഗ്യം എല്ലാവരും അറിഞ്ഞു. ഇതിനിടയിൽ മിഥുന്റെ മാനേജർ വന്നു. വിവാഹത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ, വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുകയും പെയിന്റ് അടിക്കുകയും ഒക്കെ ചെയ്തു. വീട് പുതുക്കി പണിയാമെന്ന് പറഞ്ഞുവെങ്കിലും സരയു അതിന് അനുവദിച്ചിരുന്നില്ല. സനൂപിനൊപ്പം മറ്റൊരു ഡോക്ടർ കൂടി വന്നു. സരയുവിന്റെ അമ്മയുടെ കൈകളും കാലുകളും എല്ലാം നന്നായി പരിശോധിച്ചു. നല്ല ചികിത്സ ലഭിച്ചാൽ അമ്മയും എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞത് ഒരു ആശ്വാസ വാർത്ത തന്നെയായിരുന്നു സരയുവിന്. വിവാഹത്തിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിന്നു. മാധ്യമങ്ങളിലെല്ലാം കാട്ടുതീ പോലെ സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോന്റെ വിവാഹ വാർത്ത നിറഞ്ഞു. വധുവിന്റെ പേര് മാത്രം മിഥുൻ പുറത്തു പറയുകയും ചെയ്തില്ല. സിനിമാ രംഗത്ത് നിന്നുള്ളതും അല്ല എന്ന് മാത്രമേ മാധ്യമങ്ങൾക്കറിയൂ. അതാരാണെന്ന് ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല. അങ്ങനെയാണ് മിഥുൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന വാർത്ത മാധ്യമങ്ങൾ ആഘോഷിച്ചത്. ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം നിർത്തി തിരികെ വിവാഹത്തിന് വേണ്ടി വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു മിഥുൻ. ആ സമയത്താണ് ഫോണിലൊരു കോള് വന്നത്. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് ആദ്യം വിവാഹ തിരക്കുകൾ കാരണം മിഥുൻ എടുക്കാതെ മാറ്റിയിരിക്കുകയാണ്. അവസാന ചിത്രത്തിന്റെ പാക്കപ്പ് കഴിഞ്ഞു. 3 ആഴ്ചത്തേക്ക് തന്റെ ഡേറ്റുകളെല്ലാം ക്ലോസ് ആക്കി. അങ്ങനെയാണ് മിഥുൻ പോകാനായി തയ്യാറെടുത്തത്. വീണ്ടും വീണ്ടും ആ നമ്പറിൽ നിന്ന് തന്നെ ഫോൺ വന്നപ്പോൾ എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗം അവൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, മിഥുൻ മേനോൻ ഹിയർ. മിഥുൻ, ഞാൻ ശിഖയാണ്. ഒരു നിമിഷം അവൻ്റെ കർണപുടങ്ങളെ തുളച്ചുകൊണ്ട് ആ ശബ്ദം കാതിലെത്തി. ഒരു കാലത്ത് മിഥുൻ അത്രയും പ്രിയപ്പെട്ട ശബ്ദം, കേൾക്കാൻ ഏറെ ആഗ്രഹിച്ച സ്വരം. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കഥ വായിച്ചു പോകുന്നവരെ ഒരു ലൈക്കും കൂടി ചെയ്യാമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. എത്ര പേർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ.